രാവിലെ കൂൺ തെരഞ്ഞിറങ്ങിയതാണ് അപ്പോട്ടും വിജയേട്ടനും ഞാനൊക്കെ. നമ്മളെപ്പോഴും പോകുന്ന പോലെ ഫോറസ്റ്റിനോട് ചേർന്ന സ്ഥലത്ത് കേട്ടോ. ഞങ്ങൾ പോയതില് ഏറ്റവും കൂടുതൽ കൂൺ കിട്ടിയ ദിവസമായിട്ടൊന്ന്. അപ്പൊ കൂൺ കണ്ടപ്പം നമ്മളെ സഞ്ചിയിലൊക്കെ കൂണ്ട് വിജയേട്ടൻ്റെ അടുത്തൊക്കെ. പക്ഷെ കൂടുതൽ കൂൺ കണ്ടപ്പം സഞ്ചിയിലൊന്നും കൊള്ളാത്തത്ര കൂൺ കിട്ടി. അപ്പൊ ഇതാ അപ്പോട്ടത്തെ മുണ്ടങ്ങോട്ട് ഊരിയിട്ട് മുണ്ടിലിട്ടേക്കാണ്. അപ്പൊ ആദ്യം കൂണൊക്കെ കാണിച്ചതാ. എന്തായാലും നല്ല അടിപൊളിയായിട്ടൊന്ന് കുറെ ദൂരം പോയി കൂണൊന്നും കിട്ടാതെ ഞാൻ തെരഞ്ഞു. ലാസ്റ്റാണ് അപ്പോട്ടിന് ഈ കൂണ് കണ്ടു കേട്ടോ. ഇതൊക്കെ കാണിച്ചു കൊടുക്കാം അപ്പോട്ടാ കൂണ്. നമ്മളെ കഷ്ടപ്പെട്ടതിനാ ഇങ്ങോട്ട് നോക്കി കൂണ് ഞാനാ ഇങ്ങനെ ആയത് മുണ്ടിലിട്ടോ. വേറെ കവറൊന്നും എടുത്തിട്ടില്ല, കവറിൽ കൊള്ളൂല നമ്മൾ ഇട്ട കവറിലൊന്നും. അപ്പൊ ഇതാണ് ഞങ്ങൾ വെള്ളക്കൂണ് എന്ന് പറഞ്ഞ കൂണ്. ഇതിന് മുന്നേ നമ്മൾ വീഡിയോ ഇട്ടിരുന്നു കേട്ടോ വെള്ളക്കൂൺ പറിക്കുന്നതിന്റെ. അപ്പൊ കുറെ കമന്റ് വന്നത് ഇത് പെരുങ്കൂണാണെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ. പെരുങ്കൂണ് പാക്കുമ്പിൾ എന്നൊക്കെ ചിലർ പറയുന്നത്. അപ്പടെ നല്ല മൊട്ടി. ഇതിൽ എന്താ പറയുക, ഒരു ഗുണമല്ല. അപ്പൊ നമുക്ക് എല്ലാ സ്റ്റേജും കിട്ടിയില്ലേ. അധികം ഞങ്ങൾക്ക് ചെറുതാ കിട്ടല്. ഇപ്പൊ ഇതിൽ കണ്ടില്ലേ മൊട്ടുണ്ട് ഇതുപോലെതാ പകുതി വിരിഞ്ഞത്. എന്താ രസം. നല്ല വിരിഞ്ഞൊക്കെ എടുക്കപ്പെട്ട ഒക്കെ കൂടെ ഇങ്ങോട്ട് അതാ നല്ല വിരിഞ്ഞത് എല്ലാം ഉണ്ട്. ഒറ്റ പുറ്റിന്ന് കിട്ടിയ കൂണാട്ടത്. ഇഷ്ടം പോലെ കൂണുണ്ട്. അങ്ങനെ ഇപ്രാവശ്യം നമുക്ക് കൂൺജാഗര കിട്ടിയത് ഇന്നാ. നമുക്ക് കാലിന്റെ നീട്ടൊക്കെ ഒക്കെ ഒന്ന് ഒതുക്കിയൊക്കെ അപ്പട്ടെ മുട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട്. നമ്മള് കവറിലിട്ടാലും എങ്ങനെ ഇട്ടാലും മഴ പെയ്തുകൊണ്ട് നമ്മുടെ കൂണിങ്ങനെ മണ്ണാവട്ടെ. അപ്പം ഉൾഭാഗത്തൊക്കെ നല്ല ഫ്രഷാണ്. കാണിച്ചത് ഉള്ളൊക്കെ അതിങ്ങനെ ഇതാ കണ്ടോ നല്ല വൃത്തിയുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ഈ മണ്ണായത് നമ്മൾ മൊത്തത്തിൽ പറിച്ചിടുന്ന സമയത്ത് മണ്ണ് വരും. അപ്പോട്ടെ അതാ മുറത്തിലേക്ക് നല്ല മുട്ടൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. വിജയേട്ട എടുത്തോളി തെറി. ഇതൊക്കെ നല്ല അടിപൊളി. ഇത് നമ്മൾ അവിടുന്നേനല്ലേ കാണപ്പെട്ട ഇത് ഉണ്ടായി വെക്കുന്ന. പക്ഷെ നമുക്ക് ഒന്ന് നമ്മൾ ഫോണും കൊണ്ടില്ല, പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റാത്ത സ്ഥലമാണ്. അത്രയും റിസ്ക് പിടിച്ച സ്ഥലമാണ്. നല്ല ഭംഗിയുണ്ട്. ഒക്കെ മാറ്റിയൊക്കെ വിരിഞ്ഞത് വേറെയും ഇതാണ്. വേഗം മണ്ണ് വരും. ഇങ്ങനെയാണ് കുഞ്ഞാൽ ഉണ്ടായിന്. ഇങ്ങനെ കട്ട കുത്തിയിട്ട് ഇങ്ങനെ അടുപ്പിച്ച് എന്നിട്ട് വിജയേട്ട ഇങ്ങനെ പറിച്ചു തരും. കുറച്ച് റിസ്ക് ഉണ്ട് കേട്ടോ. കുറച്ച് മുള്ളൊക്കെ ഉള്ളതിന്റെ ഉള്ളിലായിരുന്നു. അങ്ങനെ അട്ടനെ കാണിച്ചു തരാം. എന്നിട്ട് വിജയേട്ടൻ പറിച്ചു തരും. എന്നിട്ട് അപ്പോട്ടം വാങ്ങും. പിന്നെ ഞാൻ അടുത്ത് മുണ്ടിൽ വെക്കും. ആദ്യം ഞങ്ങളെ ഇങ്ങനെ സഞ്ചിയിൽ കൊള്ളുമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് ഉള്ളിലേക്ക് നോക്കിയപ്പോൾ കുറെ കൊള്ളുണ്ട്. നമ്മൾ സഞ്ചിയിൽ ആദ്യം പറിച്ചു വെച്ച കൂണൊക്കെ ഉണ്ട്. ഇഷ്ടം പോലെ അതങ്ങോട്ട് മാറ്റി. ഇത് നോക്ക്, ഇന്ന് നല്ല വേറെയും കൂണ് കിട്ടിട്ടോ. ഇതാ നമ്മള് പെരുങ്കൂണ് പടക്കൂണ് എന്നൊക്കെ പറയുന്ന കൂണ്, മാങ്കൂണ് എന്നൊക്കെ പറയുന്നത്. പക്ഷെ കുറെ ആളുകൾ ഇതിന് എന്താണ് പാവക്കൂണോ ഡബിൾ കൂണുണ്ട്. ശരിയാ, അതും കിട്ടിയെന്ന്. ഇനി ഇരട്ടക്കൂണുണ്ട്. അത് നല്ല ഫ്രഷാ കിട്ടിയെന്ന്. ഇതാ ഇരട്ട നോക്ക്, അടിപൊളി കൂണ്. ഇത് ഡബിളാ ഒട്ടി നിൽക്കുന്ന നോക്ക്. 2 കൂണാ അത് ഒട്ടി നിൽക്കുന്നത്. എല്ലാം കിട്ടിയെന്ന്. അതുപോലെ ഇതിലൊക്കെ കൂണാട്ടി. ഇന്ന് കിട്ടിയ കൂണൊക്കെ നല്ല വൃത്തിയല്ല നോക്ക്. കണ്ടല്ലേ നല്ല കൂണുണ്ട്. ഇന്ന് ഞാൻ പറയുന്നത് ഇന്ന് ചാകരയാണ് നമുക്ക് അല്ലേ. അത് അപ്പോട്ടൻ ആദ്യമായിട്ടാണ് ഇരട്ട. അപ്പോട്ടൻ പറഞ്ഞേ കുട്ടികളൊക്കെ വലുതായി പോയിന്ന്, അല്ലെങ്കിൽ തിന്ന ഇരട്ട കുട്ടികളുണ്ടാവുന്ന. പിന്നെ നമ്മളെ പട്ടിണിക്ക് ഇടാത്ത കൂണ് അല്ലേ. എപ്പോ പോയാലും കിട്ടുന്ന കൂണ് നമ്മളെ അമ്പ് കൂണ്. ഇത് കുറച്ചുണ്ട്. ഇത് മഴ ആയതുകൊണ്ട് പെട്ടെന്ന് ചെയ്യും. ആ അമ്പ് കൂണ് എന്തിനാണ് പേര് വന്നത്? നാമലച്ചിക്ക് കൂണ് അല്ലേ. അങ്ങനെയും പറയലുണ്ട്. കുറെ കമന്റ് അങ്ങനെ വന്നിരുന്നു നമ്മൾ അതൊക്കെ ഇട്ടപ്പം. പിന്നെ ആരും ഒന്നും വിചാരിക്കരുത്, വേറെ രക്ഷയില്ല. നമ്മൾ അത്രയും ദൂരം പോയതുകൊണ്ട് ഈ കൂണ് കണ്ടാൽ ചിലപ്പോൾ നമ്മളോട് എല്ലാവരും നെഗറ്റീവ് കമന്റ് അടിക്കും. എന്തിനാ പറിച്ചു വെച്ചിട്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. പറിച്ച് വേറെ ഒന്നുമല്ല, അത്രയും ദൂരമാണ്. പിന്നെ പോകുന്ന വഴിയിൽ തന്നെയാണ് ഈ കൂണ്. ഇവിടെ ചെരിഞ്ഞ് കാണിച്ചു തരാം. അതിന് ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾ നാളെ അവിടെ എത്തുമ്പോഴത്തേക്കും കുരങ്ങും കൊണ്ടുപോകും. കുറച്ച് ചെറുത് പറിച്ചതാ, കുറച്ച് മൊട്ട് പറിച്ചെടുത്താ. നല്ല കുരങ്ങിന്റെ ശല്യമുണ്ട്. കുരങ്ങ് വേഗം കുറച്ചുകൊണ്ട് പൊന്തി കഴിയുമ്പോൾ തന്നെ അപ്പൊ കുറച്ച് മൊട്ട് പറിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു പുറ്റിന്ന് കിട്ടിയത് അത്ര. ഇത് അവിടെ വരെ നല്ല തെരഞ്ഞ് വൃത്തിയാക്കി വെക്കുക. ഇത് ഇങ്ങനെ ഒന്നല്ലേ, ഈ മണ്ണായത് നമ്മൾ ഒരുമിച്ച് ഇങ്ങോട്ട് ഇട്ടോണ്ടാ. പറിക്കുമ്പോ എന്ത് ഫ്രഷ് എന്നറിയാം. അവിടുന്ന് അങ്ങനെ അപ്പട്ടനാ പറഞ്ഞു ഇവിടെ നമ്മൾ വീഡിയോ എടുക്കേണ്ടത്. ഉണ്ടായി നിൽക്കുന്നതും അത് പറിക്കുന്നതും ആ പൊട്ടിക്കുമ്പോൾ ആ സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ, സൂപ്പർ ആയിരുന്നു. അത്രയും മുട്ട ബിജുവേട്ടൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പകുതി വിരിഞ്ഞല്ലേ. അല്ല ഇതാ 2 സ്റ്റേജ് വിരിച്ചിട്ടുണ്ട് വിജയേട്ടാ. ഇതാ ഇങ്ങനെ വിരിഞ്ഞതുകൊണ്ട് നല്ല വിരിഞ്ഞതുകൊണ്ട്. ഇതൊക്കെ വിജയേട്ടൻ ആ പുറ്റിന്റെ ഉള്ളിൽ നിന്ന് എടുത്തേട്ടോ. പക്ഷെ അപ്പൊ നല്ല വൃത്തിയുണ്ട്. ഇതൊക്കെ മണ്ണ് ഇതൊക്കെ കഴിയേ പോട്ടോ. അപ്പൊ ആ നല്ല വിരിഞ്ഞത് നമുക്ക് ഈ മുറത്തിലിടാ. പകുതി വിരിഞ്ഞുണ്ട്, അതൊക്കെ വിജയേട്ട അതിലിട്ടോളൂ കേട്ടോ. ഞങ്ങളൊക്കെ ഒന്ന് ഓർഡർ ആക്കി വെക്കട്ടെ. കണ്ടില്ലേ നല്ല വിരിഞ്ഞത്. പക്ഷെ ഒന്നും കേടായില്ല കേട്ടോ. ഇത് ഉണ്ടായത് നല്ല മഴയൊന്നും കൊള്ളാത്തൊരു സ്ഥലമാണ്. അപ്പം നല്ല മഴ തട്ടിക്കഴിഞ്ഞാൽ വേഗം വിരിഞ്ഞിട്ട് വേഗം ചെയ്യും. വെള്ളം അധികം തട്ടാത്തതുകൊണ്ട്
അങ്ങനെ ചീഞ്ഞിട്ടില്ല. അപ്പൊ ഇതൊക്കെ അങ്ങനെ ഒതുക്കിലും മണ്ണ് വന്നതുകൊണ്ടല്ലേ. ശരിക്കും ഈ കൂൺ ഉണ്ടാവുകയാണെങ്കിൽ ഒരു പുറ്റിന്ന് എത്ര ഉണ്ടാവും. ചിലതിന്റെ ഒക്കെ തല ഉരിപ്പോയല്ലോ അപ്പോട്ടാ മുട്ട പകുതി വിരിഞ്ഞതില്. ഇതൊക്കെ നോക്കി എന്താ രസല്ലേ. തിങ്ങി ഇങ്ങനെ ഉണ്ടായിക്കുക, അതാണ് അതിന്റെ ഭംഗി. ശരിക്ക് നമുക്ക് ഈ കൂണ് കിട്ടുകയാണെങ്കിൽ ഏറ്റവും നല്ലത് അതാ അങ്ങനത്തെ മുട്ടില്ലേ ഇവിടെ വെച്ചേ. ഇതില് ഇങ്ങനെ ഈ മുട്ട് ഇതാകുമ്പോ നമുക്ക് മണ്ണൊന്നും ആവില്ല, കറക്റ്റ് ആയിട്ട് കിട്ടും. ടേസ്റ്റും കൂടെ ഇങ്ങനത്തെ മുട്ട. വിരിഞ്ഞ ഈ കൂണ് വേഗം മണ്ണും ആവും, പെട്ടെന്ന് ചീഞ്ഞും പോകും. നല്ല ഇതാ ഇങ്ങനത്തതാ. ഇത് പിന്നെ എന്താ അറിയോ, 3 ദിവസം ഈ കൂണ് ഉണ്ടായിട്ട് 3 ദിവസം നമുക്ക് കിട്ടും ശരിക്കും ഒരു പുറ്റില്. അത് 3 ദിവസത്തെ കൂണ് നമുക്ക് ഒരുമിച്ച് കിട്ടിയാൽ 3 ദിവസം പറിക്കണ്ടേ. അതാണ് നല്ല വിരിഞ്ഞതും ഇതുപോലുള്ള മീഡിയം കൂണും പിന്നെ മുട്ടായിട്ടുള്ളത്. ഇത് നമുക്ക് ഇത് നമ്മളെ കരിമുട്ട. ഇതവിടെ വെച്ച് കഴിഞ്ഞാൽ അത്രയും ദൂരം ഒന്നും പോകല് നടക്കില്ല. പിന്നെ കുഞ്ഞോളെ ഇതിന്റെ റിസ്ക് നമ്മള് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞാണ്. ഞങ്ങൾ 6 മണിക്ക് ഇറങ്ങിയത് കേട്ടോ. ആന ഉള്ളതുകൊണ്ട് കുറച്ച് വെളിച്ചായിട്ട് ഇറങ്ങിയത്. ഇവിടെ നോക്ക് കാലില് അട്ട അടിച്ചിട്ട് ഒന്നും ചെയ്യാൻ, അത് അട്ട വീണ് ഒക്കെ അട്ട അടിച്ചതാ. ബിജുവേട്ടന്റെ കാലിൽ നോക്ക്, അപ്പേട്ടന്റെ ഷൂരി അപ്പേട്ടൻ്റെ ഉണ്ടാവും. അപ്പൊ അത്രയും റിസ്ക് ഉണ്ട് കേട്ടോ. ഊണങ്ങനെ പെട്ടെന്ന് പോയാലും അപ്പേട്ടനെ കടിച്ചില്ല. ഇന്നെല്ലാം കടിക്കുന്ന ഞാനെന്താ ഈ രാവിലെ ഉപ്പും എണ്ണയിലാക്കിയിട്ട് തേച്ചിട്ടൊക്കെ പോയി. അപ്പൊ ഇപ്രാവശ്യം ഇന്ന് കുറച്ച് കൂടുതൽ കടിച്ചു. ഐഡിയ പറ്റിയപ്പോ ഭയങ്കര കടിച്ച്. നല്ല കടിയതാ ഒരട്ട. നല്ല ചോര. അപ്പൊ ഇതാ നമ്മളെല്ലാം ഓർഡർ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്ന് കാണിച്ചു തരാ. അതാ ഇനി നമുക്ക് എല്ലാ വെറൈറ്റിയും കാണിക്കാൻ പറ്റില്ല. നമുക്ക് കിട്ടുന്ന കൂണിലെ എല്ലാ വെറൈറ്റി ഉണ്ട് ചേട്ടാ. അപ്പൊ ഇതാണ് നമ്മള് അപ്പോട്ടൊക്കെ നീന്തൽ പടക്കൂണ് അല്ലേ. അപ്പോട്ടൊക്കെ പടക്കൂണ് അറിയും, ഞങ്ങൾ മാങ്കൂണ് എന്നറിയും, പെരുങ്കൂണ് എന്നൊക്കെ പറയും. പക്ഷെ നമ്മളിവിടെ ആ വെള്ളക്കൂണിലാണ് നമ്മള് വീഡിയോ ഇട്ടപ്പോ കുറെ ആളുകൾ പറയുന്നത് വെള്ളക്കൂനാണ് പെരുങ്കൂണെന്ന്. അപ്പൊ ഇതാ ഞങ്ങളെ പെരുങ്കൂണ്. പിന്നെ ഇത് നമ്മുടെ അമ്പുകൂണ്, നാമുലച്ചിക്കൂണ് എന്നൊക്കെ പറയുന്ന കൂണ് കേട്ടോ. ഇത് കുറവാട്ടോ, ഇത് മഴ അടഞ്ഞാൽ കുറയും, വെയിൽ വരണം. പിന്നെ ഇതാ വെള്ളക്കൂണിൽ നമുക്ക് മുട്ട്, നല്ല ചെറിയ മുട്ട് പൊന്തി വരുന്ന സ്റ്റേജ്. പിന്നെതാ അതിന്റെ തൊട്ടപ്പുറത്തെ സ്റ്റേജ് ഇതാ നല്ല മുട്ട്. ഇതാണ് കിട്ടണ്ടേ അല്ലേ അപ്പൊ കറക്റ്റ്. പിന്നെ വിരിഞ്ഞു വരുന്ന സ്റ്റേജ്, ഇതും കിട്ടിയാലും കുഴപ്പമില്ല. ഇതിന്റെ അങ്ങോട്ട് സ്റ്റേജ് കഴിഞ്ഞാലാണ് പെട്ടെന്ന് മണ്ണാവുക. ഇതാണ്ടില്ലേ വിരിഞ്ഞു വരുന്നേ. അതാ പറഞ്ഞത്, നമുക്ക് ഒരു പുറ്റിൽ തന്നെ 3 സ്റ്റേജിലും കിട്ടേണ്ട കൂണ് കിട്ടിയതാ. നല്ല വിരിഞ്ഞത് കേടന്നല്ല കേട്ടോ, നല്ല ഫ്രഷ് തന്നെയാണ്. നമുക്ക് മണ്ണിങ്ങനെ ആയതുകൊണ്ടാണ്. കാലിന്റെ നീട്ടം നോക്കുവായിരുന്നില്ല, പക്ഷെ നല്ല നീട്ടുണ്ട്. അപ്പൊ ഇത്രയും കൂനുകളുണ്ട്. അത് നമുക്ക് എന്തായാലും ഇപ്രാവശ്യം നല്ല ഭാഗ്യമായിട്ട് എല്ലാവർക്കും ഇങ്ങനെ ഒരുമിച്ച് എല്ലാ ഐറ്റവും കാണിച്ചു കൊടുക്കാനും പറ്റി. എന്നും ഞങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് കൂടുതൽ കിട്ടും, കുറച്ച് അങ്ങനെ 3-4 ദിവസമായി എന്നും കൂണ് തന്നെയാണ് ഞങ്ങൾക്ക്. അപ്പൊ ഇനി ഞങ്ങൾക്ക് ഇത് വേഗം ഓരിയൊക്കെ കാണാം. എപ്പോഴും നമ്മൾ അപ്പേട്ടന്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്നൊക്കെയാണ് എടുത്ത് വരില്ല. പിന്നെ ഞാൻ ഇത്രയും കൂണായതുകൊണ്ട് ഞങ്ങൾ വേഗം പോന്ന്. ഞങ്ങൾ ബൈക്ക് വെച്ച സ്ഥലത്തേക്ക് നടന്നു വന്നിട്ട് വേഗം ബൈക്കിൽ കയറി ഇങ്ങോട്ട് പോന്ന്. രാവിലെ ക്ലാസ് കാപ്പി കുടിച്ച് പോയതാണ്. ഞങ്ങൾക്ക് 3 വിശക്കുന്നുണ്ട്, വേഗം പോയി ചായ കുടിക്കണം. അപ്പൊ ഇങ്ങനത്തെ കൂണ് കിട്ടണമെങ്കിൽ ഇപ്പൊ കർക്കിടം ഇന്നത്തെ 15 അപ്പം കർക്കിടം ഒരു 10-ന് ശേഷമൊക്കെ നടന്നാലേ ഇതുപോലെ കൂണ് കിട്ടുള്ളൂ. ഞങ്ങൾക്ക് പോയ ദിവസം ഒന്നും മോശമായില്ല, പറഞ്ഞാൽ എന്നും കൂണ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇന്നലെ നല്ല ഇടിയൊക്കെ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ കിട്ടി. പറ്റുന്ന എല്ലാവരും ഒന്ന് തോട്ടത്തിലൊക്കെ നടന്നു നോക്കി, ഇതുപോലുള്ള നല്ല അടിപൊളി വെള്ളക്കൂണ് കിട്ടും.